ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇഫ്താർ സ്പെഷ്യൽ സമൂസ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സമൂസ തയ്യാറാക്കി നോക്കണം. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന സമൂസയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിലെ ഫില്ലിങ്ങും ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ ഇത് മേക്ക് ചെയ്യുന്നതും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തിയിട്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം കേട്ടോ. ആദ്യമായിട്ട് തന്നെ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഒരു മുട്ട ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരുപാട് ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് നന്നായി ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഒക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഇളക്കി ഒന്ന് ചെറിയൊരു ബീറ്റ് ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് ഇതിനൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മാവ് ഭയങ്കര തിക്കാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കണം. അപ്പോൾ നമ്മളുടെ ഫില്ലിംഗ് ഇതാ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫില്ലിംഗ് എങ്ങനെ തയ്യാറാക്കിയതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കൂടി കണ്ടിട്ട് വരൂ എങ്ങനെ ഫില്ലിംഗ് തയ്യാറാക്കിയെന്ന്. ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതാ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ സവോള കുറച്ച് വഴന്ന് വരുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഒരു സവാള അല്ല എടുത്തിട്ടുള്ളത്, 2 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് എന്താണെന്നറിയോ? ക്യാബേജ് അല്ല കേട്ടോ, ഇത് ഞാൻ പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ ക്യാരറ്റും പൊട്ടാറ്റോയും ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തതാണ്. ഇതും നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നന്നായി വഴറ്റിയെടുക്കാൻ ഈസിയാണ്, പിന്നെ കഴിക്കാനൊരു വേറൊരു ടേസ്റ്റ്, അതൊന്നും ഇങ്ങനെ കടിക്കില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളകും പെരിഞ്ജീരകവും ഇട്ട് അരച്ചെടുത്തതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതും ചേർത്തു. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാലയും 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. മസാലകളൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര കുത്തായിരിക്കും മസാല ഒരുപാടായാലും. സാധാരണ കഴിക്കുന്ന പോലെ അല്ലല്ലോ. പിന്നെ ഞാൻ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പൊതുവേ മസാല കുറച്ചിട്ടാണ് ഇടാറ് കേട്ടോ നോമ്പിൻ്റെ സമയത്ത്. അല്ലെങ്കിൽ ഞാൻ നന്നായി കഴിക്കും, സ്പൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നോമ്പുള്ള സമയത്ത് കുറച്ചുകൂടെ ചേർക്കുക. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലകളുടെയൊക്കെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു പിടി മല്ലിയില ചേർക്കാം. അപ്പോൾ മല്ലിയില ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, പക്ഷേ മല്ലിയില ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മല്ലിയില അധികം വഴറ്റൊന്നും വേണ്ട, ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പം നമ്മളുടെ മസാല ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ, നിങ്ങൾ വെജ് മാത്രം കഴിക്കുന്നവരാണെങ്കിൽ ഇവിടം വെച്ച് നിങ്ങൾക്ക് നിർത്താം. ഈ ഒരു മസാലേൻ്റെ റെസിപ്പി ഇവിടം വെച്ച് നിർത്താം. ഇനി നിങ്ങൾക്ക് നോൺ വെജ് ആണ് വേണ്ടതെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു നോൺ വെജ് സമൂസയാണ് വേണ്ടതെങ്കിൽ, ബീഫ് ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് അതാണ് വേണ്ടതെങ്കിൽ ഇനി നമുക്ക് കുറച്ചുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ കാണാം. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചിക്കൻ സമൂസയാണ്. അപ്പോൾ ഞാനിതാ ചിക്കൻ
മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. ഇത് കുറച്ച് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ ആ ഒരു ചാറുണ്ടാവുമല്ലോ, അതായത് വെള്ളം ഉണ്ടാവുമല്ലോ, ആ വേവിച്ച വെള്ളം, അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ചിക്കൻ ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആ ഒരു കറി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ പീസസ് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ചിക്കൻ്റെ ഒരു ഫ്ലേവർ നന്നായി കിട്ടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ചിക്കൻ ഇതിൽ നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്ക് ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്നിങ്ങനെ വറ്റി വരട്ടെ. ഒരുപാട് വെള്ളമൊന്നുമില്ല, എന്നാലും നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, ഇത് ഇളക്കുമ്പോൾ അറിയാൻ പറ്റും. അതൊന്ന് മാറി കിട്ടിയാൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ സമൂസ ഉണ്ടാക്കാനായിട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഷീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സമൂസൻ്റെ സ്വിറ്റ്സിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും സമൂസൻ്റെ ഈ ഒരു ഷീറ്റ് ഫോൾഡ് ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കോണായിട്ടാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമ്മളുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ആണ് കേട്ടോ ഞാൻ ഒരു സമൂസയിൽ വെച്ച് കൊടുക്കുന്നത്. കൂടുതൽ വെച്ച് നിറച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഈ ഫില്ലിംഗ് ആയിരിക്കും കിട്ടുക. അതിൻ്റെ ആ ഒരു ഷീറ്റിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ നിറച്ച് ഇതിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കരുത്, കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിനെ വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളിതിനെ ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മളുടെ നോർമൽ വാട്ടർ വെച്ചിട്ടാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നേരത്തെ നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയല്ലേ? ആ ബാറ്ററിലേക്ക് നമ്മൾ ഈ ഒരു സമൂസ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഇതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സമൂസ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ, എന്തിനത്ര പണിയെടുക്കുന്നതെന്നൊക്കെ. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു കട്ട്ലേറ്റിൻ്റെ സമൂസൻ്റെ ഒരു മിക്സഡ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. റോസ്റ്റഡ് ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു കോട്ടിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ കിട്ടുക ഏകദേശം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വേറൊരു ഫീൽ തന്നെ ആയിരിക്കും ഇത് കഴിക്കുമ്പോൾ. ഇനി നമ്മൾ ബാക്കിയുള്ള സമൂസയും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ബാറ്ററിൽ മുക്കിയെടുത്ത് പിന്നെ ബ്രെഡ് വെച്ചിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ബാറ്ററിയിൽ ഡിപ്പ് ചെയ്യുന്ന കൈയും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്ന കൈയും 2 കൈ യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നിങ്ങൾ ഒരേ കൈ വെച്ചിട്ട് തന്നെ ചെയ്താൽ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ നമ്മളെ കയ്യിലായിരിക്കും ഒട്ടിപ്പിടിക്കുക. അപ്പോൾ അത്രയും ബ്രെഡ് ക്രംസ് വേസ്റ്റ് ആവും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് കംഫർട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള സമൂസ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഡീപ്പ് ഫ്രൈ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഷാലോ ഫ്രൈ ചെയ്യുന്നതിൽ ഞാൻ അത്ര യോജിക്കുന്നില്ല. അപ്പോൾ ഡീപ്പ് ഫ്രൈ തന്നെ നിങ്ങളും ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ, കരിഞ്ഞു പോവാതെ നോക്കണം, ബ്രെഡ് ക്രംസ് ഉള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇതിനെ മാറ്റാം. അപ്പോൾ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള സമൂസ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഇഫ്താർ പാർട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇഫ്താർ ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു.